പ്രാർത്ഥനയോടെയായിരുന്ന പാട്ട് നമുക്ക് സാധിക്കാം. ഉന്നതനീ അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്ന്. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്ന്. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതനീ അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്ന്. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്ന്. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ. സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതനീ അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്ന്. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമല്ലോ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ. സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും.
സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്ന്. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്ന്. ആമേൻ. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം രാത്രികാലം പാടുവാൻ സംഘത്തിലെ ദൈവം കർത്താവിന് വിലപ്പെട്ട ദാസിൽ കൂടെ സഹായിച്ചുള്ള നല്ല ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം പുറത്തിരിക്കുന്ന ആ പാട്ട് ഓരോ വരികളും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട അർത്ഥവത്തായ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം. നമ്മുടെ ദൈവം അത്യുന്നതനായ ദൈവത്തിന് പാടുവാൻ രാത്രികാലം ഇടയായി തീർന്ന പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ ഇടയായി തീർന്നതിലും ആ പാട്ട് പാടിയപ്പോൾ മഹത്വം കർത്താവെടുത്തു കാലിൽ നമ്മളെ നടത്തിയ ഗീതങ്ങൾ വഴികൾ ഒക്കെ തോല് ഉണർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദുർഘടങ്ങൾ നീക്കി തന്ന അതിന്റെ പിൻപടിയുമായി ഒരു മഹാവീരനെ പോലെ നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി സ്വന്തത്തിന് യുദ്ധം ചെയ്ത നമ്മുടെ ദൈവമാകുന്നു. നേരായി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഹോമിയാവുന്നത് പരിശുദ്ധാത്മാവ് സന്ദർശത്തിലുള്ള ദൈവമാകും. സ്തോത്രം മോഹം കർത്താവെടുക്കും ഇവരുടെ മേൽ അനുഗ്രഹ സമൃദ്ധി ദൈവം പകർന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട കാര്യമായിരുന്നു. ഹാലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാനിടയായി തീർന്നല്ലോ. കുറേ മക്കൾക്കൊന്നുമായി നിങ്ങൾ അതിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വേണ്ടി ഹാലേലൂയ വലിയ ചെയ്യുവാൻ തക്കവണ്ണം ഈ പ്രകടനം അനുഗ്രഹമാക്കി നിർത്തിയിരിക്കുന്നല്ലോ. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് കർത്താവിന് വിലപ്പെട്ട സൂക്ഷിക്കുന്നത്. അതിന്റെ പൊരുൾ പരിശുദ്ധാത്മ നിയോഗത്താൽ ജ്ഞാനം കൊണ്ട് ജ്ഞാനാത്മാവ് കൊണ്ടും വിദ്യാത്മാവ് കൊണ്ടും പരിശുദ്ധാത്മ നിയോഗത്താൽ അഭിഷക്ത ശുശ്രൂഷ തേജസ്സിന്റെ ശുശ്രൂഷയാകുന്ന പുതിയ ശുശ്രൂഷ. ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്തെല്ലാം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ ആ അനുഗ്രഹ സമൃദ്ധി എല്ലാം നമ്മുടെ മേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും ദൈവം പകലും ദേശത്തിന്മേലും രാജ്യത്തിന്മേലും രാജ്യങ്ങളുടെ മേലും പട്ടണങ്ങളുടെ മേലും അനുഗ്രഹ സമൃദ്ധി ദൈവം ഭവനം നമുക്ക് കേൾപ്പാൻ ദൈവത്തിന്റെ ശബ്ദം യഹോവയുടെ വചനം സ്തോത്രം സ്തോത്രം. തേനിലും തേൻകെട്ടിലും ഭദ്രമേറിയ ദൈവത്തിന്റെ വചനം സ്തോത്രം. ഹാലേലൂയ സ്തോത്രം. ഹാലേലൂയ. ഞാൻ എന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ ആനന്ദവും മനസ്സിന്റെ സന്തോഷവുമായി സൗഖ്യം തരുന്ന വചനം. ഹാലേലൂയ. ആനന്ദം തരുന്ന വചനം. ഹാലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. വചന സൂക്ഷിക്കായി വിലപ്പെട്ട ദാസന് നിലവിലത്തെ ആ സിറ്റിൽ നിന്നും ക്ഷണിക്കുകയാവുന്നു. ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പാലമട്ടം. ഹാലേലൂയ ഹാലേലൂയ സ്തോത്രം. വളരെ ഭയഭക്തിയോടും പറയലോടും വൈരത്തിന്റെ നിറയ്ക്കുന്നവരെയാവും ദൈവം ആഗ്രഹിക്കും നോക്കുന്ന സ്തോത്രം. ഹാലേലൂയ. ദൈവത്തോളം ശക്തിയാണ് വചനത്തിന് സ്തോത്രം. നമുക്ക് ദൈവശബ്ദം കേൾക്കാം. വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന് വിലപ്പെട്ട ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പാലമട്ടത്തെ ആദരവോടും സ്നേഹത്തോടും കൂടെ ഒക്കളമാർക്കുകളിലേക്ക് ക്ഷണിക്കുന്നു. ഹാലേലൂയ. വളരെ പ്രാർത്ഥനയായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കേൾക്കുന്ന തടസ്സമുണ്ടോ? ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല വൈകിയ വേളയിൽ ദൈവപാദവീട് നമുക്ക് ദൈവവചനവുമായി അടുത്തു വരാൻ തക്ക ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. അന്വേഷണോർത്ത് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ആ ദിവസം നമ്മളെ തന്നെ ഒരു കൂടി ഏൽപ്പിക്കാം. ഈ മീറ്റിംഗിന് ലീഡ് ചെയ്യുന്ന വലിയ ദേവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പാട്ടുപാടി വെബ്സി അതുപോലെ ഈ ഫോണിലായിരിക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഈ ഒക്ലഹോമ പ്രയർ ലൈൻ നേതൃത്വം നൽകി വരുന്ന കർത്താൻ സാക്ചറിയാനെയും ബിജിയെയും മക്കളെയും ഓർക്കുന്നു. അവരെയും ദൈവധാരാളം അനുഗ്രഹിക്കുക. ദിവസങ്ങളിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും മാതൃമായി അത് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണത്തിന് വിടുതൽ കാരണത്തിന് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയറിലുള്ള എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മള് ഫിലിപ്പി ലേഖനം അതിന്റെ 13ാമത്തെ പഠനത്തിലേക്കാണ്, ബൈബിൾ സ്റ്റഡിയിലേക്കാണ് ഈ രാത്രികാലം കടന്നു വരുന്നത്. കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ചിന്തിച്ചത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യമായിരുന്നു. ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നുള്ളത്. ഇന്ന് വൈകിയ സമയത്ത് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവവചന പഠനത്തിനായി അടുത്ത വാക്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കാനായി ദൈവത്തിന് ശരണപ്പെടുന്നത്. ആ വേദഭാഗങ്ങൾ ഞാനോട് വായിക്കുന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള 3 വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് ഉള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസ രൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹു ബീങ് ഇൻ വെരി നേച്ചർ ഗാഡ് ഡിഡ് നോട്ട് കൺസിഡർ ഇക്വാലിറ്റി വിത്ത് ഗാഡ് സംതിങ് ടു ബി യൂസ്ഡ് ടു ഹിസ് ഓൺ അഡ്വാൻറ്റേജ്. റാദർ ഹി മെയ്ഡ് ഹിംസെൽഫ് നത്തിങ് ബൈ ടേക്കിംഗ് ദി വെരി നേച്ചർ of a servant, being made in human likeness, and being found in appearance as a man, he humbled himself by becoming obedient to death, even death on a cross. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ദൈവവചന പഠനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നല്ല വൈകിയ വിളക്കായി അങ്ങ് സ്തുതിക്കുന്നു. അടിയങ്ങൾക്ക് ഈ വൈകിയ സമയത്ത് ദർശനത്തിന്റെ അടുത്തൊരു എന്തൊക്കെ ഞങ്ങളെ സഹായിച്ചുവല്ലോ. അന്വേഷണത്തോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു. പിന്നെ ദൈവമേ, ഈ രാത്രികാലം ഞങ്ങൾ അവിടുത്തെ വചനവുമായി തിരിച്ചിലേക്ക് അടുത്ത് വരുമ്പോൾ ആ വചനത്തിലൂടെ അടികൾ ഓരോരുത്തരോടും ഇവിടുന്ന് സംസാരിക്കുമാറാണമേ. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു പ്രവൃത്തി ആ വചനം സൂക്ഷിക്കുന്ന അടിയനോടുകൂടിയും കേൾക്കുന്ന എല്ലാവരോടും കൂടി ഇരിക്കുമാറാണമേ. അടികളുടെ ഉള്ളങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ അത്രക്കാലം അവിടുന്ന് സംസാരിക്കുമാറാണമേ. കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് പ്രയോജനമായി വരുവതക്കോണം ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവൃത്തി ഞങ്ങൾ ഉണ്ടാകാനിടയാക്കി തിരക്കണമേ. ഈ ദൈവമേ ഫോണിലായിരിക്കുന്ന എല്ലാവരും ഓർക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം. ഓരോരുത്തരുടെയും അവസ്ഥകളും ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അറിയുന്ന ഈ രാത്രികാലം എല്ലാവരുടെയും വിഷയങ്ങളിൽ അവിടുത്തെ കരം പ്രവർത്തിക്കുകയും അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ബലം പ്രാപിക്കാൻ ഇടയാക്കുകയും ചെയ്യണമേ. തിരുവാട് താഴ്മയോടെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. തിരുനാമം മാത്രം, കർത്താവ് യേശുക്രിസ്തു നാമം മാത്രം ഞങ്ങളുടെ ഉയർത്തപ്പെടാൻ ഇടയാക്കി തിരക്കണമേ. വരയൊരുക്കണമേ. യേശുക്രിസ്തു അപേക്ഷിക്കുന്നു കേൾക്കണം. സർവ്വപിതാവേ. നമ്മൾ വായിച്ച വേദഭാഗം ഫിലിപ്പിനെ 2-ാം അധ്യായം 6 മുതൽ 8 ഉള്ള വാക്യങ്ങള്, അതിന്റെ ആ 3 വാക്യങ്ങൾ പൂർണ്ണമായി ചിന്തിക്കാനുള്ള സാവകാശം ഇന്ന് രാത്രി ലഭിക്കില്ല. കാരണം അത് വളരെ പ്രാധാന്യമുള്ള വേദഭാഗങ്ങളാണ്. അത് വളരെ ആഴത്തിലുള്ള ആത്മീയ പാഠങ്ങൾ അതിനകത്ത് നമുക്ക് പഠിക്കുവാനുണ്ട്. അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന സമയത്തിന്റെ അനുസരിച്ച് ഈ രാത്രികാലം ഇതിനെപ്പറ്റി ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. നമ്മള് ഫിലിപ്പി ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളില് ഐക്യത്തിനും സൗമ്യതയ്ക്കുമുള്ള ആഹ്വാനം നൽകിയ ശേഷം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളില് ക്രിസ്തുവിന്റെ ത്യാഗം, നിസ്വാർത്ഥത, താഴ്മ, സൗമ്യത എന്നീ കാര്യങ്ങൾ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. സ്വർഗത്തിലെ അതുല്യമായ മഹത്വത്തെ മാറ്റിവെച്ച ശേഷം ദാസവേഷം ധരിച്ചുകൊണ്ട് നീചമായ ക്രൂശമരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തുവിന്റെ മാതൃക പൗലോസ് ഉയർത്തി കാണിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി ആത്മീയ വളർച്ച പ്രാപിക്കുകയും ക്രിസ്തുതുല്യമായ മനോഭാവമുള്ളവരായി തീർന്ന് വിശുദ്ധഗണമായി ലോകം തിരിച്ചറിയത്തക്ക വിധം എല്ലായ്പ്പോഴും സ്വഭാവ വൈശിഷ്ട്യമുള്ളവരായി തീരണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളില് 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ 3 ഘട്ടങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 1, ജഡാവതാരത്തിന് മുൻപുള്ള ക്രിസ്തു. 2, ജഡാവതാരം ചെയ്ത ക്രിസ്തു. 3, ഉയർത്തെഴുന്നേറ്റ് മഹത്വീകരണം പ്രാപിച്ച ക്രിസ്തു. ആ ഭാഗങ്ങളെ ഒക്കെ ചുരുക്കമായി ഈ രാത്രികാലം നമുക്ക് ചിന്തിക്കുവാനുള്ള സാവകാശമുണ്ട്. ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വം അല്ലെങ്കിൽ ജഡാവതാരത്തിന് മുമ്പുള്ള ക്രിസ്തു. വാക്യം 6 നമ്മൾ വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുന്നത് വിചാരിക്കാതെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ 6-ാം വാക്യം വ്യക്തമായി സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ മനോഭാവത്തെയാണ്. ക്രിസ്തു സ്വന്തം കാര്യമല്ല, പാപത്തിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മാനവരാശിയുടെ കാര്യമാണ് ചിന്തിച്ചത്. ഇപ്പോൾ നാം അറിയുന്ന ലോകചരിത്രത്തിലെ ക്രിസ്തുവായി അവിടെ തീരുവാൻ കാരണം തന്റെ നിസ്വാർത്ഥമായ മനോഭാവമായിരുന്നു നമുക്കറിയാം. തിരുവഴുത്തിൽ പറയുന്നത്
ആ ദൈവങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ക്രിസ്തു നിത്യതയിൽ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന പ്രസ്താവന. ഇവിടെ രൂപം അഥവാ ആ ഫോം ഓഫ് ഗാഡ് എന്നത് മോർഫെ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ വാക്കിന്റെ പ്രഥമ അർത്ഥമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ആകൃതി എന്നാണെങ്കിലും അതിന്റെ താത്വിക അർത്ഥമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ സാരാംശം സ്ഥിതി ചെയ്യുന്ന വിധമാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. ദൈവത്തിന്റെ അന്തഃസത്തയുടെ സ്വാഭാവികവും സവിശേഷവുമായ ലക്ഷണങ്ങളുടെ സ്ഥായിയായ പ്രകടനമാണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു ദൈവരൂപത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ സാരാംശത്തിൽ താൻ ദൈവത്തോട് ഏകീഭവിച്ചിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 10-30 വാക്യത്തില് ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ യോഹന്നാൻ സുവിശേഷം 8-58 വാക്യത്തിൽ യേശുവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിത്യത മുഴുവനും ക്രിസ്തു ദൈവമായിരുന്നു അഥവാ ദൈവരൂപത്തിലായിരുന്നുവെന്ന് വ്യക്തമാക്കിയ ശേഷം ക്രിസ്തുവിന്റെ താഴ്മയും നിസ്വാർത്ഥ മനോഭാവവും എപ്രകാരമുള്ളതായിരുന്നു പൗലോസ് പറയുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുള്ളതെന്ന് വിചാരിക്കാതെ ദാസ രൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി അഥവാ മനുഷ്യ ജഡം ധരിച്ചു. 6 വാക്യത്തിൽ പറയുന്നത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുള്ളത് വിചാരിക്കാതെ എന്നാണ്. ഇവിടെ കാണുന്ന സമത്വം എന്ന് പറയുന്നത് സ്ഥലകാല പ്രത്യേകതകളെ എല്ലാം ബന്ധപ്പെട്ടുള്ളതാണ്. ദൈവത്തിന് മാത്രമുള്ള എല്ലാ പ്രത്യേകതകളും ഒത്തിണങ്ങിയ വ്യക്തിത്വം എന്ന നിലയിൽ യേശുക്രിസ്തു ദൈവം തന്നെയാകുന്നു. യോഹന്നാൻ സുവിശേഷം 5-26 വാക്യത്തില് പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കും നമ്മൾ വായിക്കുന്നത്. അപ്പം ആ വചനപ്രകാരം യേശുക്രിസ്തുവിൽ നമുക്ക് ദൈവത്തിലെ ഒരു സ്വയാസ്തിത്വം നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 10:17 കടന്നു വരുമ്പോൾ എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാനതിനെ കൊടുക്കുന്നുമുണ്ട്, പിതാവിനെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്ത് കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കാപ്പിന്റെ പിതാവിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന അതാണ് ആ പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനാകുമാർ വരം നൽകിയിരിക്കുന്നതോട് വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-6 വരുമ്പോൾ അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരിച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ളത് നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ഈ വചനഭാഗത്ത് നമുക്ക് യേശുക്രിസ്തുവിൽ ദൈവത്തിലെ സർവശക്തി നമുക്ക് ദർശിക്കുവാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 2:20 കടന്നു വരുമ്പോൾ മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെ സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. തന്റെ ചുറ്റുപാടുള്ളവരുടെ ഉള്ളത്തിലെ ചിന്തകള്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ അതെല്ലാം യേശുക്രിസ്തു അറിഞ്ഞിട്ട് അവരോട് പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും സുവിശേഷങ്ങളെ കടന്നു ചെല്ലുമ്പോൾ. അതുപോലെ ദൂരത്തിൽ നമ്മുടെ ഉള്ളങ്ങളെ നന്നായി അറിയുന്ന കർത്താവാണ്. ഇവിടെ നമുക്ക് യേശുക്രിസ്തുവിൽ നമുക്ക് ദൈവത്തിലെ സർവജ്ഞാനം കാണുവാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 18-20 വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ 2-3 പേർ എന്റെ നാമത്തിൽ കൂടിയെടുത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ യേശുക്രിസ്തുവിലെ സർവ്വവ്യാപി എന്ന വിശേഷം നമുക്ക് കാണാൻ സാധിക്കും. മത്തായി സുവിശേഷം 9:6 കടന്നു വരുമ്പോൾ എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം പാപമോചനത്തിനുള്ള അധികാരവും ഇവിടെ നമുക്ക് യേശുക്രിസ്തുവിൽ കാണാൻ സാധിക്കും. അതുതന്നെ മർക്കോസ് സുവിശേഷം 2-5 വാക്യത്തിൽ കടന്നു വരുമ്പോൾ ആ സമയത്ത് ശാസ്ത്രിമാരുടെ പ്രതികരണം അതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു, ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നുണ്ട്, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്ന ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്ന യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു പറയുന്നതോ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുന്നത് ഏതാവുന്ന എളുപ്പമെന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 28 വാക്യത്തിൽ കടന്നു വരുമ്പോൾ യേശു അടുത്ത് ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച കർത്താവാണ് യേശുക്രിസ്തു. പിന്നെ നമ്മൾ താഴത്തെ കടന്നു വരുമ്പോൾ
കാറ്റും കടലും ഉൾപ്പെടെയുള്ള പ്രകൃതിയുടെ മേലും കടലിലെ മത്സ്യങ്ങളുടെ മേലും രോഗങ്ങളുടെ മേലും ഭൂതങ്ങളുടെ മേലും മരണത്തിനു മേലും ഉൾപ്പെടെ സകല സൃഷ്ടികളുടെ മേലും അധികാരമുള്ള സൃഷ്ടിപ്പിൽ പിതാവാൻ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന സൃഷ്ടാവായ ദൈവമാണ് യേശുക്രിസ്തു നമുക്ക് കാണാൻ സാധിക്കും. മേൽപ്പറഞ്ഞ ദൈവത്തിൽ മാത്രമുള്ള വിശേഷമായ അധികാരങ്ങളും ലക്ഷണങ്ങളും എല്ലാം തന്നെ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. നാം വായിച്ച മേൽപ്പറഞ്ഞ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിൽ പൂർണ്ണ ദൈവത്വം അടങ്ങിയിരുന്നു എന്നുള്ളതാണത്. ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട വേദഭാഗങ്ങളാണ് യോഹന്നാൻ സുവിശേഷം 1:14, കൊലോസ്യർ 2:9 എന്നീ വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 1:14 നമ്മളിങ്ങനെ വായിക്കുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവുകളിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. കൊലോസ്യർ 2:9 ഇങ്ങനെ വായിക്കുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. നമ്മൾ വായിച്ചു 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവയെ മുറുകെ പിടിച്ചില്ല എന്നാണ്. ഇത് സൂചിപ്പിക്കുന്ന ദൈവം എന്ന നിലയിൽ തനിക്കുണ്ടായിരുന്ന മഹിമയും പദവികളും എല്ലാം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് കേവലം ഒരു സാധാരണക്കാരനായ മനുഷ്യൻ രൂപം സ്വീകരിക്കാൻ അല്പം പോലും വൈമനസ്യം കാണിച്ചില്ല എന്നുള്ളതാണ്. ഈ മഹാത്യാഗത്തിന്റെയും ദൈവത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് താണിറങ്ങി വന്ന താഴ്മയുടെയും മനോഭാവമാണ് യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. ഹല്ലേലൂയ. ശ്രേഷ്ഠ ദൂതനായിരുന്ന ലൂസിഫറിന്റെയും ഒന്നാം മനുഷ്യനെ ആദാമിന്റെയും പ്രവൃത്തിയോട് താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠ മനോഭാവത്തിന്റെ ഔന്നത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തില് 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് വിലാപം തുടങ്ങി അവരോട് പറയേണ്ടത്, യഹോവ കർത്താവ് ഇപ്പോൾ അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണ്ണനും തന്നെ, നീ ദൈവത്തിന്റെ തോട്ടമായ ഏതിലായിരുന്നു, താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങൾ കൂടി നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർച്ചയാൾ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകുടർത്ത് മറയ്ക്കുന്ന കെരൂവാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതിയേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനം നിന്നി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ ദിവസം നിന്റെ ഹൃദയം ഗർഭിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജകുമാർ നിന്നെ രക്ഷിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിന്റെ നീതിയോടുകൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും, അതിനെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെ മുമ്പിൽ ഞാൻ നിന്റെ നിലത്ത് ഭസ്മമാക്കളയും. ഈ ലൂസിഫർ സാത്താനായി തീർന്ന ദൈവസിംഹാസനം പിടിച്ചെടുക്കും എന്ന അഹങ്കാരത്താലാണ്. 1 തിമോഥെയോസിൽ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയും, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവധിയിൽ ആവപ്പെടാതിരിപ്പൻ പുതിയ ശിഷ്യനായിരുന്നു വായിക്കുന്നുണ്ട്. അപ്പം നിഗളമായിരുന്നു അതിന്റെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്ന് നമുക്ക് കാണാൻ സാധിക്കും. യശയാപ്രവചനത്തില് ഈ ലൂസിഫറിനെ പറ്റി പറഞ്ഞ ഭാഗമുണ്ട്. 14-ാം അധ്യായം 12-13 വാക്യങ്ങളില് 14 വരെയുള്ള വാക്യങ്ങളില് you said in your heart, I will ascend to the heavens, I will raise my throne above the stars of God, I will sit enthroned on the mount of assembly on the utmost heights of Mount Savon. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. 14-ാം വാക്യം, I will ascend above the tops of the clouds, I will make myself like the Most High. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതരോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പൊ ലൂസിഫർ പറഞ്ഞതെല്ലാം ഞാനിവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഐ വിൽ എന്നാണ്. ഐ വിൽ അസെന്റ്, ഐ വിൽ മേക്ക് മൈസെൽഫ് ലൈക്ക് ദി മോസ്റ്റ് ഹൈ, ഐ വിൽ സിറ്റ് enthroned on the mount of assembly, I will raise my throne. അപ്പം ഐ വിൽ എന്നാണ് ഈ ലൂസിഫർ പറഞ്ഞതല്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞത് ദൈ വിൽ, പിതാവേ നിന്റെ ഇഷ്ടം എന്നായിരുന്നു പറഞ്ഞത്. അതാണ് വ്യത്യാസം. ലൂസിഫർ തന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ ആയിരിക്കുവാൻ ഇഷ്ടപ്പെടാതെ സൃഷ്ടാവായ ദൈവത്തിന് സമനാകുവാനും ദൈവീയ സിംഹാസനത്തിന്റെ മുകളിൽ തന്റെ സിംഹാസനം സ്ഥാപിക്കുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ യേശുക്രിസ്തു താൻ സൃഷ്ടാവായതിന്റെ സമനസ ഒരു മനുഷ്യനാകുവാൻ തീരുമാനിച്ചു. ദൈവം കൊടുത്ത അധികാരത്തിൽ ഭൂമിയിലെ ദൈവസൃഷ്ടിമേൽ നമുക്ക് ആദാമിനെ പറ്റി പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം കൊടുത്ത അധികാരത്തിൽ ഭൂമിയിലെ ദൈവസൃഷ്ടിമേൽ ആദാം രാജാവായി വാഴുകയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി 1:26 നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പറവജാതിന്മേലും
മൃഗങ്ങളുമേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ വീഴുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പം ആദാമിനെ സൃഷ്ടിച്ചിട്ട് ദൈവം സകല സൃഷ്ടിയിലും വാഴുവാനായിട്ട് രാജാവായിട്ട് ആക്കി വെക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ ലൂസിഫർ ദൈവത്തോടുള്ള മത്സരത്തിൽ മാത്രം നിൽക്കാതെ പരീക്ഷയാൽ മനുഷ്യനെയും വഞ്ചിച്ച് പാപത്തിൽ അകപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഏതിൽ തന്റെ പ്രവൃത്തി തുടങ്ങാൻ കാണാൻ സാധിക്കും. വീഴ്ചയ്ക്ക് മുമ്പ് ലൂസിഫർ ചിന്തിച്ചത് ഞാൻ ദൈവത്തിന് സമനാകുമെന്നായിരുന്നെങ്കിൽ ഏദൻ തോട്ടത്തിൽ സാത്താൻ ആദാമിനോട് പറഞ്ഞ് ശ്രദ്ധിക്കുക, 33:5 നമ്മളിങ്ങനെ വായിക്കുന്നു, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. അപ്പം ഈ ലൂസിഫർ ദൈവത്തെ പോലെ ആകാൻ അല്ലെങ്കിൽ ദൈവത്തിന് സമനാകുവാനും ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ തന്റെ സിംഹാസനം ഇരിക്കണമൊക്കെ ആഗ്രഹിച്ച് അതേ കാര്യമാണ് ഇവിടെ ആദമിനോട് അവയോട് പറയുന്നത്. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും, ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാം മനുഷ്യനായ ആദാം ദൈവം തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്നു, അങ്ങനെ പാപവും മരണവുമില്ല ലോകത്തിലേക്ക് കടന്നു. പിന്നീടുള്ള മനുഷ്യ തലമുറകൾ മുഴുവനും പാപത്തിനും മരണത്തിനും അതുമാത്രം അവർ അധീനരായി തീർന്നു നമ്മൾ കാണുന്നു. ആദവും അവയും സ്വന്തം കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ, എന്നാൽ ക്രിസ്തുവോ മറ്റുള്ളവരുടെ കാര്യമായിരുന്നു ചിന്തിച്ച്. ഹല്ലേലൂയ. ആദി മാതാപിതാക്കള് അനുസരണക്കേട് കാണിച്ച് പാപത്തിൽ അകപ്പെട്ടപ്പോൾ ക്രിസ്തുവോ പാപത്തിൽ അകപ്പെട്ട് ദൈവത്തിൽ അന്യപ്പെട്ടു പോയ മാനവകുലത്തിന് വേണ്ടി പാപയാഗമായി തീർന്ന് അവരെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാൻ വഴിയൊരുക്കുകയായിരുന്നു ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കാലത്തും ഇന്നും ദൈവത്തിന്റെ മധ്യ പലരെയും സാത്താൻ കരങ്ങളിലെടുത്ത് ദൈവസഭയ്ക്കെതിരായും ദൈവത്തിനെതിരായൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18 വായിക്കുന്ന പോലെ ഞാൻ എന്റെ സഭയിൽ പണി പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന ആ വചനപ്രകാരം കർത്താവിന്റെ പ്രവൃത്തി ജയിക്കുവാൻ ഒരു ശക്തി കഴിയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ധൈര്യത്തോടെ ദൈവത്തോടെ നിൽപ്പാൻ തക്കവണ്ണം ഇടയാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ സ്നേഹവും ആത്മാവിന്റെ കൂട്ടായ്മയും നാം അനുഭവിക്കുന്നുവെങ്കിൽ മത്സര മനോഭാവത്തോടും സ്വാർത്ഥ മനോഭാവത്തോടും അകന്നു നിൽക്കുന്നൊക്കെ ഇടയായിത്തീരണം. തമ്മിൽ ഭാരങ്ങളെ വഹിക്കുവാനും ആത്മീയ വർധന വരുത്തുവാനും മറ്റുള്ളവരെ നമ്മെക്കാൾ ശ്രേഷ്ഠം നേടുവാനും നമുക്ക് കഴിയണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വിനയം, സൗമ്യത, താഴ്മ, നിസ്വാർത്ഥത, ത്യാഗം എന്നീ ശ്രേഷ്ഠ ഗുണങ്ങൾ മറ്റുള്ളവരെ കണ്ട് സന്തോഷിക്കുവാനും അത് മറ്റുള്ളവർക്കൊക്കെയും ഒരു മാതൃകയായി തീരുവാനും ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ദാസരൂപം എടുത്ത ക്രിസ്തു, ടേക്കിംഗ് ദി വെരി നേച്ചർ ഓഫ് എ സെർവന്റ്. ദാസരൂപം എടുത്ത ക്രിസ്തു 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയർ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടൊരു സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അപ്പൊ ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് നിത്യതയില് ക്രിസ്തു ദൈവ സാരാംശത്തിലായിരുന്നു. പ്രവാചകനായ സഖരിയാവ് 3:8 ക്രിസ്തുവിന്റെ താഴ്ചയും മരണത്തിങ്കൽ പോലുമുള്ള ദാസന്റെ വിനയവും ആത്മാവിൽ ദർശിച്ചുകൊണ്ട് ദാസനായി മുള എന്ന സംബോധന നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാ 52:13 എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കുന്ന വായിക്കുന്നുണ്ട്. ഇതാ എന്റെ ദാസൻ എന്ന് പിതാവ് തന്നെ സംബോധന ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് മത്തായി സുവിശേഷം 20:28 മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ താഴ്മ മനസ്സിലാക്കുവാന് കഴിയുന്ന സംഭവമാണ് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 1-11 വാക്യം നമ്മൾ കാണുന്നത്. പെസഹ ദിനത്തിൽ വൈകുന്നേരം പാത്രത്തിൽ വെള്ളമെടുത്ത് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. പിതാവിനും മറ്റുള്ളവർക്കും സമ്പൂർണമായ ഒരു കീഴടങ്ങളായിരുന്നു ആ യേശുക്രിസ്തുവിന്റെ ജീവിതം. ക്രിസ്തുവിനെ പോലെ പിന്തുടരാൻ യോഗ്യതയുള്ള മറ്റാരെയും ഇന്നുവരെയും ലോകം കണ്ടിട്ടുള്ളതാണ് അത് ഉന്നതമായൊരു കാര്യം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കാണുന്ന മനുഷ്യ സാദൃശ്യത്തിലായ ക്രിസ്തു, ലൈക്ക്നെസ് ഓഫ് എ മാൻ. മനുഷ്യ സാദൃശ്യം അല്ലെങ്കിൽ ലൈക്ക്നെസ് ഓഫ് മാൻ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ പൊതുവായ ഗുണങ്ങളോട് കൂടിയ മനുഷ്യ പ്രകൃതി ധരിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. മനുഷ്യവർഗത്തിന്റെ പൊതുവായ ഗുണങ്ങളോട് കൂടിയ മനുഷ്യ പ്രകൃതി യേശുക്രിസ്തു ധരിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവത്വത്തിന് പുറമെ മനുഷ്യത്വം കൂടി സ്വീകരിച്ച വ്യക്തിയായിരുന്നു യേശുക്രിസ്തു. യേശുക്രിസ്തു ധരിച്ചത് യഥാർത്ഥ മനുഷ്യത്വം ആയിരുന്നു. എങ്കിലും തന്നിൽ പാപം ഇല്ലായിരുന്നതിനാല് തന്നിലുണ്ടായിരുന്നത് പാപം പ്രവേശിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആദാമ്യ പ്രകൃതിയായിരുന്നു. ഒരിക്കലും ഞാനത് പറയാം, ആ യേശുക്രിസ്തു ധരിച്ച യഥാർത്ഥ മനുഷ്യത്വമായിരുന്നു. എങ്കിൽ തന്നിൽ പാപം ഇല്ലാതിരുന്നതിനാല് തന്നിലുണ്ടായിരുന്നത് പാപം പ്രവേശിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആദാമ്യ പ്രകൃതി, പാപമില്ലാത്ത കാലത്തെ ആദാമിന്റെ പ്രകൃതിയായിരുന്നു. വചനം ജഡമായി തീർന്നുവെന്ന് യോഹന്നാൻ സുവിശേഷം 1:14 വായിക്കുന്ന പോലെ മനുഷ്യ ശരീരത്തോടു കൂടി യേശുക്രിസ്തു പിറന്നു.
മറ്റുള്ളവർക്ക് കാണത്തക്കതുപോലെയുള്ള ദൃശ്യമായൊരു മനുഷ്യപ്രകൃതിയായിരുന്നു യേശുക്രിസ്തു ഉണ്ടായിരുന്നത്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ഒത്തുചേർന്ന ഒരു ദൈവ മനുഷ്യനായിരുന്നു ക്രിസ്തു. ഈ ദൈവിക മർമ്മം മാനുഷിക ബുദ്ധിക്ക് അതീതമായതും ദൈവ വിശ്വാസികളല്ലാത്തവർക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ഇന്നും ശേഷിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അത് തിരിച്ചറിയുവാനും അത് മനസ്സിലാക്കുവാനും നമ്മുടെ ഹൃദയ ദൈവം പ്രകാശിപ്പിച്ചതിനാൽ ആ കർത്താവിനെ കണ്ടുമുട്ടി ആ കർത്താവിന്റെ സൗന്ദര്യം സ്വീകരിച്ച് ആ കർത്താവിനെ പിൻപറ്റിയതായിരിക്കാൻ തക്കോണം, ആ നിത്യത്തിലേക്കുള്ള പ്രയാണത്തിലായിരിക്കാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. അതോർത്ത് ഈ രാത്രികാലം ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവം അഥവാ തിയോസ് എന്ന പദവിയും മനുഷ്യൻ അഥവാ ആന്ത്രോപോസ് എന്ന പദവിയും ഒരുമിച്ചുള്ള തിയാന്ത്രോഫോബിക് പേഴ്സൺ ആയിരുന്നു ലോകത്തിൽ ജീവിച്ചിരുന്ന ക്രിസ്തു. ക്രിസ്തു ദൈവത്വവും മനുഷ്യത്വവും ചേർന്ന വ്യക്തിത്വമായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നിരവധി സംഭവങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. മത്തായി 8:24-27 വാക്യങ്ങൾ നാം വായിക്കുന്ന ഇപ്രകാരമാണ്: പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി, അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തിയെന്നു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികൾ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലെ ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ക്രിസ്തു പടകിൽ ഉറങ്ങുകയായിരുന്നു എന്നതും ശിഷ്യന്മാർ തന്നെ ഉണർത്തി എന്നതും തന്നിലെ മനുഷ്യത്വതയാണ് കാണിക്കുന്നതെങ്കിൽ, കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ കാറ്റും കടലും ശാന്തമായി എന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സംഭവം ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ജനം എല്ലാം സ്നാനമേൽക്കിയാൽ യേശു സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. മനുഷ്യത്വത്തിൽ യേശു ക്രിസ്തു യോഹന്നാനാൽ സ്നാനമേറ്റു. ആ വേളയിൽ നീ എന്റെ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അത് തന്നെ ദൈവത്വത്തിന്റെ തെളിവായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 35-44 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ കുരുടന്റെ കണ്ണ് തുറന്ന് ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറക്കിലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവരുടെ സഹോദരിയെ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുന്ന ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരികയെന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടി മുഖം റൂമാൽ കൊണ്ട് മൂടി വരുന്നു. അവന്റെ കെട്ടഴിപ്പിനവൻ പോട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. അപ്പൊ ഇവിടെ യേശു കണ്ണുനീർ വാർത്തു, യേശു പിന്നെയും ഉള്ളം നൊന്തു, കല്ലറയിലെത്തി എന്നുള്ള ഭാഗങ്ങള് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നതെങ്കിൽ, അവൻ ലാസറെ പുറത്തു വരെയെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. ഇത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കുന്ന. ഹല്ലേലൂയ. അപ്പം ആ യേശു ക്രിസ്തുവിൽ മനുഷ്യത്വവും ആ ദൈവത്വവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. എബ്രായർക്ക് 2:14-18 വാക്യങ്ങളിൽ ഈ ദൈവിക മർമ്മത്തെക്കുറിച്ച് സൂചിപ്പിച്ചെങ്കിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. 14-18 വാക്യങ്ങൾ, എബ്രായർ 2:14-18 വാക്യങ്ങൾ. മക്കൾ ജഡരക്തോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തോടുകൂടി കൂടിയവനായി മരണത്തിന്റെ അധികാരി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷിക്കാനുള്ള അബ്രഹാമിന്റെ സന്തതി സംരക്ഷിക്കാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വാസം മഹാപുരുഷനുമാകേണ്ടതിന് സകലത്തിന് തന്റെ സഹോദരന്മാരുടെ സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുസരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാവുന്നു. അപ്പൊ ദൈവത്വവും മനുഷ്യത്വവും ഒത്തുചേർന്ന ഈ ക്രിസ്തുവിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാനും സഹായിക്കുവാനും കഴിയത്തുള്ളൂ. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എന്നാണ് നമ്മോട് വായിച്ചത്. റോമർക്ക് ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവനിൽ വിശ്വസിക്കുന്നവർ ഒരുത്തൻ ലജ്ജിച്ചു പോകുകയില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറയുമ്പോൾ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ
പാവമോചനം പ്രാപിക്കുകയും അതുമൂലം നമ്മെ സ്വർഗ്ഗരാജ്യത്തിന്റെ മക്കളും ഓഹരിക്ക് അവകാശികളും നിത്യരാജ്യത്തിന് അവകാശികളുമാക്കി തീർത്തിരിക്കുകയാണ്. ഇനി നാം ശരീരത്തിന്റെ വീണ്ടെടുപ്പോടുകൂടി പൂർണ്ണ രക്ഷ പ്രാപിക്കേണ്ടിയായിത്തീരും. അതുമാത്രമല്ല, നാം പ്രാർത്ഥിച്ചു വരുന്ന വിഷയങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക നമ്മുടെ തലമുറകളുടെ ഒക്കെ കാര്യങ്ങളാകട്ടെ, നാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട ശേഷമായാലും നമ്മുടെ പ്രാർത്ഥനയിൽ പ്രവർത്തിക്കുന്ന കർത്താവാണ് നമുക്കുള്ളത്. അതെ, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം. പിന്നെ നമ്മൾ വായിക്കുന്നു, തന്നെത്താൻ ഒഴിച്ച് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. 8-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നത്, നിത്യതയിൽ ദൈവരൂപത്തിൽ ദൈവമായി ഇരുന്നവനും ദൈവത്തോട് സമത്വമുള്ളവനായ പുത്രൻ ആ മഹൽ പദവിയിൽ നിന്നും സ്വന്തം ഹിതപ്രകാരം തന്നെത്താൻ താഴ്ത്തി ഒഴിഞ്ഞവനായി മനുഷ്യ വേഷധാരിയായി തീർന്ന സംഭവമാണ് ഗ്രീക്കിൽ കെനോസ് എന്ന പദത്താൽ അർത്ഥമാക്കുന്നത്. അത് ഇംഗ്ലീഷിൽ അത് തുല്യപദം എംറ്റി എന്നാണ്. ഈ പദമാണ് മലയാളത്തിൽ ഒഴിച്ചു എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. കെനോസ് എന്ന വാക്കിന്റെ അർത്ഥം ഒഴിച്ചു എന്നാണെങ്കിൽ അതിന്റെ എതിർപദം നിറവ് എന്നർത്ഥം വരുന്ന പ്ലീറേസ് എന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കെനോസ് എന്ന വാക്കിന് ഒഴിഞ്ഞ പാത്രം, പൊട്ടക്കുഴി, ഒഴിഞ്ഞ വിട എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെത്താൻ താഴ്ത്തി ഒഴിഞ്ഞവനായി തീർന്നു എന്ന അർത്ഥത്തിൽ കെനോസിസ് തിയറി എന്ന ഒരു തിയറിയെ പറ്റിയും പറയാറുണ്ട്. ക്രിസ്തു ദൈവമായിരുന്ന അവസ്ഥയിൽ നിന്നും എന്തൊക്കെയാണ് സ്വയ താല്പര്യത്തിൽ മാറ്റിവെച്ചെന്ന ചോദ്യത്തിന് തന്റെ ദൈവത്വമോ അഥവാ തന്റെ ദൈവീയ വിശേഷ ലക്ഷണങ്ങൾ എല്ലാം തന്നെയോ ഒഴിഞ്ഞു വെച്ചു എന്നല്ല അർത്ഥമാക്കുന്നത്. സ്വന്തം ഗുണലക്ഷണങ്ങളെ ഉപേക്ഷിക്കുന്നത് അസാധ്യമായ കാര്യമാണ്. അതുപോലെ സർവജ്ഞാനം, സർവശക്തി, സർവ്വവ്യാപി എന്നീ ദൈവീയ പ്രത്യേകതകൾ ഒഴിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. താൻ മനുഷ്യനായിരുന്ന വേളയിൽ മനുഷ്യർക്ക് ചെയ്യുവാൻ അസാധ്യങ്ങളായ അഥവാ അമാനുഷികമായ അനേകം കാര്യങ്ങൾ ക്രിസ്തു ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അല്പസമയത്തേക്ക് അവിടുത്തെ ദൈവത്വം മനുഷ്യരോടുള്ള ബന്ധത്തിൽ മറയ്ക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ഉചിതമായ കാര്യമായിട്ട് കിട്ടിക്കുന്നത്. ആ ഗാംഭീര്യത്തിന്റെ വേഷം അവൻ ഉരിഞ്ഞു വെച്ചു, അല്ലെങ്കിൽ ഗാംഭീര്യത്തിന്റെ വേഷം അവൻ ഉരിഞ്ഞു വെച്ചു എന്ന് ബ്രിട്ടീഷ് കമന്റേറ്ററായ ജോസഫ് ലൈറ്റ്ഫുട്ട് പറയുന്നുണ്ട്, JB ലൈറ്റ്ഫുട്ട് പറയുന്നുണ്ട്. അവൻ ദൈവത്തിന്റെ പ്രദർശനവും പ്രയോഗവുമാണ് ഒഴിവാക്കുന്നതെന്ന് വേദപണ്ഡിതനായ ബിഷപ്പ് മൗൾ സൂചിപ്പിക്കുന്നുണ്ട്. കെനോസിസ് തിയറിയുടെ വിവിധ വീക്ഷണങ്ങളെ ആസ്പദമാക്കി ഉപദേശ പിശകുകൾ പലതും ഉണ്ടാകാൻ ഇടയായിട്ടുണ്ട്. ക്രിസ്തു അഥവാ വചനം ജഡത്തിൽ വന്നു എന്ന സത്യ ഉപദേശം നിഷേധിക്കുന്നവൻ എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു എന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായം 1-3 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തില് അതിന്റെ 1-2 വാക്യങ്ങൾ കടന്നു വരുമ്പോൾ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി ആരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വാക്യങ്ങളിൽ നിന്നും തന്റെ മനുഷ്യ ശരീരത്തിൽ മറച്ചു വെച്ചിരുന്ന ദൈവത്വം മറ നീക്കി കാണിച്ചായിട്ട് കാണാൻ സാധിക്കും. ആ ക്രിസ്തുവിലെ മനുഷ്യത്വം ഒരു മർമ്മവും ഒരു യാഥാർത്ഥ്യവുമായിരുന്നു എന്നുള്ളതാണ് ആ വസ്തുത. പുതിയ നിയമത്തില് ഒരിടത്ത് പോലും ക്രിസ്തു മനുഷ്യത്വം ധരിച്ചതിനാൽ തന്റെ ദൈവത്വം നഷ്ടപ്പെട്ട ഒരു സൂചന പോലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ക്രിസ്തുവിന്റെ ഈ മനുഷ്യ വെളിപ്പാടിൽ അടങ്ങിയിരിക്കുന്ന താഴ്ച മാത്രമാണ് കെനോസിസ് അഥവാ ഒഴിച്ചു എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ വായിക്കുന്നു, വേഷത്തിൽ മനുഷ്യനായി ബീങ് ഫൗണ്ട് ഇൻ അപ്പിയറൻസ് ആസ് എ മാൻ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ രൂപം ആന്തരികവും സ്ഥായി ആയതുമാണ്. സാദൃശ്യം പൊതുവായ മാനുഷിക പ്രകൃതിയാണ്. എന്നാൽ വേഷം താൽക്കാലികവും ബാഹ്യവും ദൃശ്യവുമായ ഒന്നാണ്. ക്രിസ്തുവിന്റെ ജഡാവതാരം ദൈവത്വം എന്ന ആന്തരിക പ്രകൃതിയുടെ പ്രകടനമായിരുന്നില്ല. പിന്നെയോ താഴ്ചയുള്ളതും താൽക്കാലികവുമായ മനുഷ്യത്തിന്റെ ഒരു പ്രദർശനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഡോസറ്റിസം എന്ന് പറയുന്ന ഒരു ഉപദേശ രീതിയുണ്ട്. ക്രിസ്തുവിന്റെ ആളത്തെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ള സിദ്ധാന്തങ്ങളിലൊന്നാണത്. ഡോസറ്റിസം എന്ന ദുരുപദേശം ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പൂർണ്ണമായി നിഷേധിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തുവിലെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്ന ഒരു ഉപദേശമാണത്. നോസ്റ്റിക് വാദികൾ അഥവാ ജ്ഞാനവാദികൾ പഠിപ്പിക്കുന്നത് യേശുവിന് രൂപം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ മനുഷ്യത്വം ഇല്ലായിരുന്നു എന്നാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ചിന്തയാണ് ഡോസറ്റിസം നമുക്ക് കാണാൻ സാധിക്കും. ഈ പഠിപ്പീരുകളൊക്കെ നിഷ്പ്രഭമാക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ പ്രിയശിഷ്യനായിരുന്ന യോഹന്നാന്റെ വാക്കുകൾ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ
യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നാണ് അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ നമ്മളെ മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്നത്. യോഹന്നാന്റെ 1:14 പറയുന്ന വചനം ജഡമായി തീർന്നു എന്ന പ്രയോഗം മനുഷ്യ പ്രകൃതിയെയും വേഷത്തെയും സ്വീകരിച്ചതിനെ നമുക്ക് കാണിക്കുന്നു. താഴ്ച, ബലഹീനത, പരിമിതത്വം, ആശ്രയിക്കുന്ന അവസ്ഥ, മരണത്തിന് വിധേയമാകുന്ന നില എന്നീ അവസ്ഥകൾ ഉൾക്കൊള്ളിച്ച് മനുഷ്യ പ്രകൃതിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ജഡം. ഒരു കുടിയെന്ന് പറയാം താഴ്ച, ബലഹീനത, പരിമിതത്വം, ആശ്രയിക്കുന്ന അവസ്ഥ, മരണത്തിന് വിധേയമാകുന്ന നില എന്നീ അവസ്ഥകളെ ഉൾക്കൊള്ളിച്ച് മനുഷ്യ പ്രവൃത്തിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ജഡം എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ജഡമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാൽ യഥാർത്ഥ മനുഷ്യനായി എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ നമ്മൾ വായിക്കുന്ന 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെത്താൻ താഴ്ത്തി എന്ന് നമ്മളോട് കാണുന്നുണ്ട്. തന്നെത്താൻ താഴ്ത്തി എന്നത് ക്രിസ്തു ആരുടെയും നിർബന്ധാലല്ല, സ്വയമേ ചെയ്ത കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവ സാരാംശത്തിലായിരിക്കെ ദാസ വേഷമണിഞ്ഞു മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ചു. ഈ വിധമായ താഴ്ചയുടെ പടികളിൽ നിന്നെല്ലാം ഒരു പടി കൂടത്താണ് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ജഡാവതാരത്തിന് ശേഷം ക്രൂശിലെ മരണത്തിനായി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ അതുല്യമായ ത്യാഗത്തിന്റെയും താഴ്മയ്ക്കും വില കൊടുക്കുവാൻ ക്രിസ്തു തയ്യാറായെങ്കിൽ തന്നെ അനുഭവിക്കുന്നവരുടെ പ്രായോഗിക ജീവിതം എപ്രകാരമായിരിക്കുന്നു സ്വയം ആവശ്യമാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ വായിക്കുന്നു അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ക്രൂശിലെ മരണത്തോളം ഇതാ ഞാൻ വരുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്ന. എബ്രായ ലേഖനം 10:7 പറഞ്ഞുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം നിവർത്തിപ്പാൻ വന്ന അനുസരണത്തിന്റെ പുത്രനാണ് ക്രിസ്തു. നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തില് അവിടുത്തെ അനുസരണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒന്നാം മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചതിനാല് മനുഷ്യാദി മുഴുവൻ പാപികളായി തീർന്ന് നമ്മൾ കാണുന്നു. അവന്റെ പാപം ലോകത്തിലെല്ലാം മരണം വ്യാപിപ്പിച്ചു. എന്നാൽ ക്രിസ്തു തന്റെ അനുസരണം മൂലം അനേകരെ ദൈവമാകെ നീതിമാനാക്കി തീർത്താണെന്ന് വായിക്കുന്നു. റോമർക്ക് ലേഖനം 5:19 കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ അനുസരണം കന്യാജനനത്തിൽ മാത്രമല്ല തന്റെ ജീവിതത്തിലും ക്രൂശിലെ മരണത്തോളം വ്യാപകമായ ഒന്നായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ആകെ നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം ക്രിസ്തുവിൻ്റെതായിരിക്കാൻ നമ്മെ തന്നെ ഏൽപ്പിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണം വിളിച്ചിട്ട് നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിന്റെ താഴ്ചയുടെ പടികൾ ജനനം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. പ്രത്യേക അതിന്റെ വ്യാപ്തി മരണത്തിന്റെ സ്ഥാനത്ത് എത്തുവോളം നീണ്ടു നിൽക്കുന്നതാണ്. ക്രൂശ് മരണം ലജ്ജാകരവും വേദനാപൂർണമായ ഒന്നായിരുന്നു. ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നവന്റെ കുറ്റസംഗതി ഒരു പലകയിൽ എഴുതി അവന്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കും. കൂടാതെ കുറ്റവാളി തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് പോകണം. ഒടുവിൽ നഗരവാതിലിന് പുറത്ത് അവനെ ക്രൂശ് ശേഷം അവന്റെ കുറ്റസംഗതി എഴുതിയ പലക ക്രൂശിന്റെ മുകളിൽ തറച്ചു വയ്ക്കുന്നു. ക്രൂശിലെ മരണത്തോളം എന്ന് പൗലോസ് എഴുതുമ്പോൾ തന്റെ അരുമനാഥന്റെ യാഗം ചിന്തിച്ച് താൻ എത്ര വേദനയോടെ ആയിരിക്കാം ഭാവിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിത്തീരണം. മാത്രമല്ല ക്രൂശ് മരണം ഒരു ശാപ മരണമാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് ആവർത്തന പുസ്തകം 21:33 വായിക്കുന്നത്. എന്നാൽ ക്രിസ്തു പാപ പരിഹാര ബലിയായി തീർന്നപ്പോൾ ഈ ശാപമരണമാണ് വരിച്ചെന്ന് കാണാൻ സാധിക്കും. 2 കൊരിന്ത്യർ 5:11 ഗലാത്യർ 3:17 ഒക്കെ തന്റെ താഴ്ചയുടെ ദൈർഘ്യം എത്ര വലിയായിരുന്നു നമുക്ക് ആ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഈ പഴയ ക്രൂശിന്റെ അടിവാരത്തിൽ നമ്മുടെ നിസ്വാർത്ഥയും ത്യാഗവും താഴ്മയും അനുസരണവും പരസ്പര ബഹുമാനവും സ്നേഹവും ആർദ്രതയും മനസ്സറിവും ഇവയൊക്കെ എന്ത് സ്ഥാനമാണ് ഉള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതായിത്തീരണം. ക്രൂശിന്റെ ദർശനത്തിന് മുമ്പിൽ നമുക്ക് അടിയറ വയ്ക്കുവാൻ കഴിയാത്ത വല്ലതുമുണ്ടോ? ക്രിസ്തുവിന്റെ ക്രൂശ് വിലയേറിയ ഒന്നായിരുന്നു. കാരണം അതിന്റെ വില സ്വർഗത്തിൽ നിന്നുമാണ് നൽകപ്പെട്ടത്. അതിൽ ചിന്തിയ രക്തം വിലയേറിയതാണ്. ആ വിലയേറിയെന്ന് പറയുമ്പോൾ നമുക്കറിയാം രക്ഷിക്കപ്പെടുന്ന ആത്മാവിന്റെ വില അത് സകല ലോകത്തെക്കാളും വിലയേറിയ നമ്മൾ ഒരു രക്ഷിക്കപ്പെടുന്ന ആത്മാവിന്റെ സകല ലോകത്തെക്കാളും വിലയേറും നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു രക്ഷിക്കപ്പെടുന്ന ഒരു ആത്മാവിന്റെ വില സകല ലോകത്തെക്കാളും വിലയേറിയെന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഈ യേശു ക്രിസ്തുവിന്റെ ആ വിലയേറിയ രക്തം ചൊരിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില നിശ്ചയിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ വില കണക്കാക്കുവാൻ ആരും കഴിയത്തില്ല.
അങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വില സകല ലോകത്തിൽ രക്ഷിക്കപ്പെട്ടതിനാൽ ഉണ്ടായ വില സകല ലോകത്തേക്കും വലുതായ ആ വിലയായി തീർന്നത്. അതിനാൽ സാധ്യമായ വീണ്ടെടുപ്പും വിലയേറിയത് തന്നെയാണ്. ഇവിടെ ഒരു നിമിഷം ഈ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ അതിനോട് ആവശ്യപ്പെടുകയാണ്. വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നാം യേശു ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവരായിരിക്കുവാൻ തീരുമാനിക്കുന്നുവെങ്കിൽ അതിന് നൽകേണ്ട വില നമുക്ക് കൊടുത്തേ തീരുകയുള്ളൂ. അവിടെ 9-ാം വാക്യത്തിൽ കടന്നപ്പോൾ ക്രിസ്തു പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ഏത് പ്രവൃത്തിയുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവ മഹത്വമാണ്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെയും മനുഷ്യ വീണ്ടെടുപ്പിന്റെയും ലക്ഷ്യം പിതാവിന്റെ മഹത്വമാണ്. പൗലോസ് 3-ാം വാക്യത്തിൽ ദുരഭിമാനത്തിന് എതിരായി താക്കീത് നൽകുന്നു. ക്രൈസ്തവ സംഘടനകൾ തമ്മിൽ നമുക്കറിയാം, മിനിസ്ട്രികൾ തമ്മിലും ഒക്കെ മത്സര ബുദ്ധിയോടെ ഇത് പല ലീഡർഷിപ്പിലൊക്കെ ഉള്ളവർ പല പ്രവൃത്തികളും അങ്ങനെ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം മനോഭാവങ്ങളൊന്നും ആത്മീയമല്ല. അത് ആത്മാവിൽ നിന്നുള്ളതല്ലാത്തൊന്നും ആത്മീയമല്ല. ജഡത്തിൽ നിന്നുള്ളത് അത് ജഡികമെന്ന് കാണാൻ സാധിക്കും. അത് നശീകരണത്തെയാണ് കൊയ്തെടുക്കുമ്പോൾ കാണാൻ സാധിക്കും. അത് ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെടുന്ന നമ്മൾ കാണാൻ സാധിക്കും. എന്നാൽ ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തിയതിനാൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ദൈവസിംഹാസനത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ഒടുവിലത്തെ ചവിട്ടുപടി ക്രൂശുവർണ്ണമായിരുന്നുവെങ്കിൽ തന്റെ ഉയർച്ച സ്വർഗത്തിലെ ഉന്നത അധികാര സ്ഥാനത്തെക്കാരും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശു ക്രിസ്തു നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവിന്റെ പിതാവ് ദൈവത്തിന്റെ മുഖത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നടുനായത്വം വഹിക്കുന്ന വ്യക്തി ദൈവപുത്രനാണ്. എന്നാൽ 9 മുതൽ 11 വരെ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാന വിഷയം പിതാവായ ദൈവം എന്നുള്ളതാണ്. പുത്രന്റെ അനുസരണത്തെ തുടർന്ന് പിതാവ് ഉന്നത സ്ഥാനം നൽകി. അതുകൊണ്ട് എന്ന പദം തന്റെ താഴ്ചയാണെന്ന് അർത്ഥമാക്കുന്നത്. ക്രിസ്തുവിന്റെ ഉയർച്ചയ്ക്ക് തടസ്സം കുറിക്കുന്നത് പുനരുദ്ധാനത്താൽ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു യാഥാർത്ഥ്യമാകുന്നു. ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാന ശില ക്രിസ്തുവിന്റെ പുനരുദ്ധാനം ആണെന്ന് നമുക്കറിയാം. അത് തിരുവെഴുത്തുകൾ പ്രകാരം സംഭവിച്ചു. അവൻ മരിച്ചവരിൽ ആദ്യഫലമായി ഉയർത്തെഴുന്നേൽക്കാൻ മനുഷ്യന്റെ പുനരുദ്ധാനവും അത് സുനിശ്ചിതമായിരിക്കും. നമുക്കൊരു വലിയ പ്രത്യാശയാണ് ആ യേശു ക്രിസ്തു ഉയർപ്പ് ശേഷിപ്പിച്ചിരിക്കുന്ന. ഹല്ലേലൂയ. മനുഷ്യൻ യേശുവിന്റെ ശരീരം കല്ലറയിൽ വെച്ചു. ആത്യന്തിക മനുഷ്യകരങ്ങൾക്ക് അതുമാത്രം ചെയ്യാൻ കഴിയൂ. അവിടെ മുതൽ ദൈവം തന്റെ പ്രവൃത്തി ആരംഭിച്ചു. മനുഷ്യർ തങ്ങളുടെ രക്ഷകനോട് ഏറ്റവും നിന്ദ്യമായി ചെയ്തു. ദൈവം അവനെ ഏറ്റവും ഉയർത്തി ബഹുമാനിച്ചു. ജനമവനെ പരിഹസിച്ചു, അപവാദം പറഞ്ഞു വരുത്തി. എന്നാൽ പിതാവ് തനിക്ക് സകലനാമത്തിന് മേലായ നാമം നൽകി. തന്റെ താഴ്ചയിൽ യേശു എന്ന നാമം വിളിക്കപ്പെട്ടു. എന്നാൽ തന്റെ ഉയർച്ചയിൽ കർത്താവ് എന്ന നാമം ലഭിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 2:32-36 വാക്യങ്ങൾ കടന്നു വരുമ്പോൾ പുനരുത്ഥാനത്താലും സൗഖ്യാരോണത്താലുമാണ് ഈ മഹത്വമേറിയ നാമം ലഭിച്ച് നമുക്ക് കാണാൻ സാധിക്കും. കേവലം മറ്റൊരാൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന മാർഗം എന്നല്ല, ആളത്വം, സ്ഥാനം, അവകാശം, പദവി, ബഹുമാനം എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ഈ ഉയർച്ചയെല്ലാം സിദ്ധിച്ചത് ദൈവത്തിൽ നിന്നും ഉന്നത്യം പ്രാപിക്കേണ്ടതിനായി നമുക്ക് കാണാൻ സാധിക്കും. താഴ്മയുടെ പ്രതിഫലമാണ് ഉന്നത്യം. അതുകൊണ്ട് അവൻ തക്ക സമയങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് താണിരിപ്പീൻ എന്ന് 1 പത്രോസ് 5:6 നമ്മൾ വായിക്കുന്നു. എവിടേക്കാണ് പുത്രൻ ഉയർത്തപ്പെട്ടത്? ലോകസ്ഥാനത്തിന് മുമ്പുള്ള മഹത്വത്തിലേക്ക്. ഹല്ലേലൂയ എന്ന് ക്രിസ്തുവിന്റെ മഹാപുരുത പ്രാർത്ഥനയിൽ വ്യക്തമാക്കുന്നു. പിതാവ് നൽകുന്ന മഹത്വം ലഭിക്കുന്നതായിരുന്നു പുത്രന്റെ പിതാവ് നൽകുന്ന മഹത്വം ലഭിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. പുത്രന്റെ ലോക സൃഷ്ടിക്ക് മുമ്പുള്ള മഹത്വം ദൈവ മഹത്വമാണ്. യാതൊരു സൃഷ്ടിക്കും അത് അവകാശപ്പെടാവുന്നതല്ല. ലഭിച്ച മഹത്വമല്ല ഉണ്ടായിരുന്ന മഹത്വമാണ് ഇവിടെ വിഷയം. തന്റെ നിത്യത്വവും മഹത്വവും ദൈവത്വത്തിന്റെ തെളിവാണ്. അവിടുന്ന് ഉയർത്തപ്പെട്ടത് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തേക്കായിരുന്നു. മർക്കോസ് ശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിലും റോമർ 8:3 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ രാത്രികാലം നമ്മെ തന്നെ ഈ വിവരങ്ങൾ ഏൽപ്പിക്കാം. നമ്മൾ ചിന്തിച്ചു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കട്ടായിത്തീർന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളൂ വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാഹസ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നുകൊണ്ട് വായിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ആ ഉന്നതനായ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നമുക്ക് വേണ്ടി താണ ലോകത്ത് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ വെടിഞ്ഞ് കാൽവരി യാഗമായി തീർന്ന് നമുക്ക് ആ രക്ഷയ്ക്ക് വഴിയൊരുക്കി നമ്മെ രക്ഷയിലേക്ക് നടത്തി
ആ സ്വർഗീയതാനും മക്കളും ഉപരിക്ക് അവകാശമുണ്ടാക്കി തീർത്തു. ആ ദിവസങ്ങളിലേക്ക് നമ്മളെ ചേർക്കാനായി വിവേകം വരുന്ന ആ നാളുകൾ അടുത്തിരിക്കുകയാണ്. ഈ രാത്രിക്കാൽ നന്ദിയോടെ ദിവസത്തിൽ നമുക്കായിരിക്കാം ആ കർത്താവ് കാണിച്ചു തന്ന ആ നല്ല മാതൃക, ഹല്ലേലൂയ, ആ ദാസരോടുത്ത മാതൃക, ആ മാതൃക സ്വീകരിച്ചവരായി ലോകത്തിലേക്ക് നാം ഇറങ്ങി ചെന്നിട്ട് കർത്താവിന്റെ സാക്ഷികളായി നിൽക്കണമെന്നും ആ കർത്താവിന്റെ നാമത്തിലൂടെ നിൽക്കണമെന്നും മറ്റുള്ളവരെ കർത്താവിലേക്ക് ആനയിക്കുന്നത് കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആ ദൈവം നമ്മൾ ഏറ്റെടുക്കാനും നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കുവാനും മറ്റുള്ള മുമ്പാകെ ദൈവനാമത്തിലെ സാക്ഷികളായി തീരുവാനും അനേകർക്ക് വിടുതൽ തരുവാനും ദൈവം നമ്മെ ഓരോരുത്തർക്ക് അരങ്ങെടുത്ത് ഉപയോഗിക്കുന്ന പ്രാർത്ഥനയുണ്ട്. എന്റെ ഭാഗങ്ങളിൽ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. നമ്മൾ ഇന്ന് രാത്രികാല ഐശ്വര്യമായി സ്വർഗ്ഗത്തിലെ ദൈവം വചനത്തിലൂടെ അനുഗ്രഹിച്ചല്ലോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ വാതില് കൊടുത്തുവല്ലോ. ഹല്ലേലൂയ. തേജസ്സിന്റെ ശുശ്രൂഷ രാത്രികാലം ഹല്ലേലൂയ ചെയ്യുവാൻ തക്കോണം മഹാദൈവം കാര്യങ്ങളെടുത്ത് ഉപയോഗിച്ചതിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ശരിക്കും മനസ്സിലാകത്തക്ക നിലയിൽ അനേക ഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി ഹല്ലേലൂയ നമ്മളെ ചിന്തിപ്പിച്ചതായിട്ടുള്ള വിലപ്പെട്ട ദൈവശുദ്ധം ഹല്ലേലൂയ. സ്തോത്രം. യേശു ദൈവരൂപത്തിലിരിക്കാൻ ദൈവത്തോടുള്ള സമത്വം മുഴുവൻ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ രൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി ഹല്ലേലൂയ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളഞ്ഞ് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവരായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ ദൈവവും യേശുക്രിസ്തുവിന്റെ പുരോഗമനത്തെ ഏറ്റവും ഉയർത്തി അവരുടെ നാമത്തിനായ നാമം നൽകി. ഹല്ലേലൂയ. സ്തോത്രം. തന്നെത്താൻ ഒഴിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണ് ഹല്ലേലൂയ യേശുക്രിസ്തു തന്നെത്താൻ ഒഴിച്ചത്. ഈനോസ് എന്ന ഗ്രീക്ക് വാക്കിന് ഒഴിഞ്ഞ അല്ലെങ്കിൽ ശൂന്യമായ എന്നാകുന്നു. യേശുക്രിസ്തു എന്തൊക്കെയാണ് മാറ്റി വെച്ച് ഒഴിഞ്ഞതായി തീർന്നത്? യേശുക്രിസ്തുവിന്റെ ദൈവസ്വഭാവങ്ങൾ ഹല്ലേലൂയ, ഗാംഭീര്യ പരിവേക്ഷങ്ങൾ ഹല്ലേലൂയ. സ്തോത്രം. യേശുക്രിസ്തു മനുഷ്യനിഷ്ഠയെ ഒഴിവാക്കി ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യനിഷ്ഠയിൽ ഒരു ദാസനെ പോലെ യേശുക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനായി വിളങ്ങി ഹല്ലേലൂയ. സ്തോത്രം. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒടുവിലായി ശാപമരണം ഏറ്റെടുത്തു. ഹല്ലേലൂയ. കർത്താവിന്റെ താഴ്മയുടെ അളക്കാൻ പറ്റാത്ത ഹല്ലേലൂയ അഗാധത. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കാലം നമ്മളെ കേൾപ്പിക്കാം. ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മളെ എത്ര ശ്രേഷ്ഠമായ നിലയിലാക്കി തീർക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗത്തിലെ മകരമായിരുന്ന മനോരമനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിൽ ആണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദാസനായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ന്യായപ്രമാണത്തിന് ഹല്ലേലൂയ കഴിയാത്ത കാര്യങ്ങൾ നീതീകരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പാപവർണ്ണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയത്തില്ല. ശിശാവിൽ നിന്ന് സ്വാതന്ത്ര്യമാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വീണ്ടെടുക്കുവാൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവകാശം നൽകുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നീതീകരണം നൽകുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ നൽകുവാൻ കഴിയത്തില്ല. ന്യായപ്രമാണത്തിന് ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ബീജപോക്ക് ചെയ്യാൻ കഴിയത്തില്ല. ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വിശ്വാസം നൽകുവാൻ കഴിയത്തില്ല. കൃപ നൽകുവാൻ കഴിയത്തില്ല. സമ്പൂർണ്ണ നൽകാൻ കഴിയത്തില്ല. പാപത്തെ നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ടാകുന്നു. ഹല്ലേലൂയ. നമുക്ക് ഇതെല്ലാം വായിക്കാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ എന്തെല്ലാം സാധിച്ചിരിക്കുന്നു, നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ വലുതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളായ ക്രിസ്തുവേശു ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. വേദപ്രമാണം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ അതിവിശുദ്ധി ഹല്ലേലൂയ. പാപം
മരണ കാരണമാണെന്ന് പഠിപ്പിക്കുന്നു. ഹാലേലൂയ. അനുസരണത്തിന്റെ ആവശ്യകത. ഹാലേലൂയ. സ്തോത്രം. മനുഷ്യന്റെ തോൽവിയുടെ സമൂഹത്തിൽ ഔലിയത്വം. ഹാലേലൂയ. സ്തോത്രം. സാന്നിധ്യമായി ചെറിയപ്പെട്ട ഹാലേലൂയ യാഗരക്തം മൂലം ഹാലേലൂയ ദൈവത്തോടെ സമീപിക്കുവാൻ ഹാലേലൂയ സ്തോത്രം ഉള്ള മാർഗം ഒരുക്കിയതിൽ ഒരു വെളിപ്പെട്ട ദൈവത്തിന്റെ അത്ഭുതമാർന്ന ഹാലേലൂയ കൃപ. സ്തോത്രം. ഹാലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. സൽപ്രവൃത്തിയാലും കർമായാലും നീതീകരിക്കപ്പെടാമെന്ന് വ്യാമോഹിച്ചു. ഹാലേലൂയ സ്തോത്രം. ഹാലേലൂയ. നമുക്ക് രക്ഷപ്പെടുവാൻ, നമ്മെ രക്ഷിക്കാൻ സ്വർഗ്ഗത്തിൽ നിറങ്ങുന്ന മനോരമനായ യേശു ക്രിസ്തു. ഹാലേലൂയ സ്തോത്രം. നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടതകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, പഴികൾ, ദുഷികൾ, നമുക്ക് വേണ്ടി കഷ്ടതയുടെ കടോരത്തിലൂടെ കടന്നുപോയ പ്രധാനപ്പെട്ടനായ യേശു ക്രിസ്തു. ഹാലേലൂയ സ്വാതന്ത്ര്യകാലം വചനത്തിന്റെ വാതിൽ പരിശുദ്ധാത്മാവിൽ ഭക്തരെ തുറന്നു കൊടുത്തുവല്ലോ. ഹാലേലൂയ. നമ്മൾ എപ്പോഴും ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ എവിടെയാണ് ദൈവത്തെ ഇരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മളെ സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കാവുന്ന ഭൂമി ആയിരിക്കുമ്പോൾ തന്നെ നാം പ്രാപിപ്പാൻ പോകുന്ന ഈ ലോകത്തിലെ കഷ്ടതകളും സാരമില്ല എന്ന് നമ്മുടെ കർത്താവ് കഷ്ടതയുടെ കടവലിൽ കടന്നുപോയപ്പോൾ സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാണെന്ന് അപ്പോസ്തലന്മാർ ഒന്നും പറഞ്ഞിരിക്കുന്നു. ഹാലേലൂയ സ്തോത്രം. ഹാലേലൂയ. നമ്മുടെ കർത്താവിന്റെ പാത അത് പിൻപറ്റുവാൻ നമ്മളെ ഹാലിയെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹാലേലൂയ സ്തോത്രം. മോശയ്ക്ക് പോലും ദൈവത്തെ കാണാൻ ഹാലേലൂയ ദൈവപുരുഷനായ മോശ ദൈവത്തെ മാത്രം അടുത്തറിഞ്ഞ മോശ ഹാലേലൂയ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിക്കുന്ന ദൈവം മോശയ്ക്ക് വലിയ ആഗ്രഹം ദൈവത്തെ ഒന്ന് കാണാൻ. ഹാലേലൂയ ഭൂമിയിലായിരുന്നപ്പോൾ അന്ന് പുനരപ്പനായ യേശുവിനെ കണ്ടവരുടെ കണ്ണുകളൊക്കെ ഭാഗ്യവാന്മാർ, എത്ര ഭാഗ്യവാന്മാർ. ഹാലേലൂയ സ്തോത്രം. ഹാലേലൂയ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആർക്കും കാണാൻ കഴിയാത്ത വെളിച്ചത്തിൽ രസിക്കുന്ന മഹാരാജാവ് മോശയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നാൽ മോശയെ ഈ ആഗ്രഹിച്ചതൊക്കെ ശരിയെന്നാൽ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. ഹാലേലൂയ. കടന്നു പോകുമ്പോൾ എന്റെ പിൻഭാഗം നീന്താണ് ആ തേജോമനായ ദൈവത്തിന്റെ തേജസ് മോശ ദൈവസന്നിരുന്ന ആ തേജസ്. ഹാലേലൂയ സ്തോത്രം. സ്തോത്രം. മോശ പോലും അറിഞ്ഞില്ല ഹാലേലൂയ ദൈവസന്നിരുന്നാലുള്ള ഭാഗ്യം. ഹാലേലൂയ. മോശത്തൊക്കെ പ്രകാശിച്ചു. മോശ ഇറങ്ങി വരുമ്പോൾ ജനങ്ങൾക്ക് നോക്കുവാൻ കഴിയാതെ വന്ന ഹാലേലൂയ എത്രമാത്രം തേജസ്സിനാൽ നിറയപ്പെട്ടവരായി മാറി. സ്തോത്രം. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഹാലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ ഹാലേലൂയ സ്തോത്രം. സ്തോത്രം. ഒരു ഒഴുക്കൻ പ്രാർത്ഥനയോട് മാത്രമാണ് ഒന്നും പ്രായത്താൻ കഴിയത്തില്ല. നാം ഇരിക്കണം ദൈവസന്നിധിയില്. ഹാലേലൂയ. അങ്ങനെ ഇരിക്കുന്ന മക്കൾക്കാവുന്നു അത് പ്രായപ്പാൻ സാധിക്കുന്ന തേജസ്സിന്മേൽ തേജസ് പ്രായപ്പാൻ നമ്മെ ദൈവം ഹാലേലൂയ തേജസ് കൊണ്ട് നമ്മളെ നിറച്ചിരിക്കുന്നു. ഹാലേലൂയ സ്തോത്രം. 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 ഹാലേലൂയ. നമ്മെ കാണുന്നവർ മറ്റുള്ളവരെ കർത്താവിനെ കാണുന്നു. ഹാലേലൂയ. നാം ഹാലേലൂയ സ്തോത്രം മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി നമ്മളെ കാണുന്ന നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടണം. ഹാലേലൂയ സ്തോത്രം. മറ്റുള്ളവരെ വിളിച്ചു വന്നെത്തിക്കുന്നതിന്റെ ദാസന്മാർ ഹാലേലൂയ രക്ഷാമാർഗം അറിയിക്കുന്നവർ ഹാലേലൂയ അങ്ങനെ സാക്ഷ്യം വായിക്കാൻ നമുക്കിടയായി തീരണം. ഹാലേലൂയ സ്തോത്രം. നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. വചനം സംസാരിക്കുന്ന വായിക്കുന്നതികളെയും കുടുംബക്കാർ യാത്രക്കാർ സ്നേഹ സഹോദരങ്ങളെ കൂടി വരുന്ന ദൈവസമയം എല്ലാം കർത്താവ് ആ സിറ്റിയെ അനുഗ്രഹിക്കട്ടെ. ഹാലേലൂയ. മക്കൾ പാർക്കുന്നിടത്ത് തീമതിലായിരിക്കട്ടെ. ദീർഘായുഷ്കൊണ്ട് തൃപ്തിപ്പെടുത്തട്ടെ. ഹാലേലൂയ സ്തോത്രം. 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 ശുശ്രൂഷ എന്ന് പറയുന്നത് തന്നെ വചനത്തിന്റെ പൊരുൾ തിരിക്കുക എന്നുള്ളതാവും. അതാവും ഈ രാത്രികാലം പൊരുൾ തിരിച്ച് എനിക്ക് മനസ്സിലാകത്തക്കുന്നില്ല
അനേക വേദഭാഗങ്ങളിലും ഹൃദയം കടന്നുപോയി നമ്മളെ ചിന്തിപ്പിച്ചല്ലോ. സ്തോത്രം. നമ്മളെ കേൾപ്പിച്ച ദൈവവചനം, ദൈവശബ്ദം, ഹൃദയത്തിൽ സംഗ്രഹിച്ച പ്രകാരം നമുക്ക് ജീവിപ്പാൻ ഇടയായി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ ദൈവത്തിന്റെ വിലപ്പെട്ട തിരുനാമത്തിൽ രാത്രികാലങ്ങളെ ഐശ്വര്യമായി സംബന്ധിച്ച എല്ലാവരെയും അനുഗ്രഹിക്കുക. ഇതേ പ്രകാരം സംബന്ധിക്കാൻ കഴിയാത്തവരെയും അവിടുന്ന് ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. അതിനായി നന്ദി കരയിക്കുന്നു. വചനത്തിന്റെ വാദികളുടെ ഭക്തിന് കൊടുക്കുവാൻ ദാസിനെ കുഞ്ഞുങ്ങളെ ഭൂമിയിലെയും മമ്മിക്കായി പ്രവർത്തനങ്ങളെയും സോദര കുടുംബങ്ങളെയും എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. രാത്രികാലം ശിവവർക്കങ്ങൾ തരണം. പ്രഭാതത്തിന്മേലേക്ക് നന്ദി ഗ്രഹിക്കുവാനും ഈ രാത്രിയുടെ യാമങ്ങളൊക്കെ അതുങ്ങളെ തട്ടി ഉണർത്താൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ അർദ്ധരാത്രിയിലും വാഴ്ത്തി സ്തുതിക്കുന്ന ഭക്തന്മാരെ ഹൃദയത്തിൽ കാണുമ്പോൾ സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുകൾ ഉണർന്നിരിക്കുന്നവരായി ഹൃദയം ദൈവമേ സമയത്തും കാവളം ധരിക്കും. സ്തോത്രം. അതുങ്ങൾ കരിന്തിരി കത്തുവാൻ ഇടവന്ന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവണ്ണ നിരന്തരം തിരികത്തികൾ സഹായിക്കണം. സ്തോത്രം 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 സ്തോത്രം. ആരും കൈവിടപ്പെട്ടുമാരുടെ ഏത് സമയത്തും കാകളം ധനിക്കും. അടിയങ്ങൾ മക്കളെല്ലാവരും കാണപ്പെട്ടവർ കാത്തിരുവാനും അവരെ ഒരുക്കുവാനും സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പരിപാലിക്കണമേ. മാത്രം കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുരോഗമനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായി സംസർക്കവും രാത്രികാലം സംബന്ധിച്ച എല്ലാ മക്കളുടെ മേലും ഓരോ സ്ഥല വിശുദ്ധന്മാരുടെ മേലും ഇന്ന് വന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യേകം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. God bless you. God bless you. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി ശുലഭിയെ പോൽ കാത്തിരിക്ക നീ കാന്തൻ വരുമേ ഉണരു സിയോനേ. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി ശുലഭി